ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ദൂരെ കാഴ്ചയിലേക്ക് കണ്ണു നട്ട് നിൽക്കുന്നവന്റെ ഉള്ളിൽ മുഴുവനും കുറച്ചു മുൻപ് അവന്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോസ് ആയിരുന്നു. ഇന്നലെ വിവാഹത്തിനെടുത്ത ഫോട്ടോസ്. കൈകൾ കുപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് നിൽക്കുന്നവളുടെ കഴുത്തിലേക്ക് അവൻ താലി ചാർത്തുന്ന ഫോട്ടോ അതിങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വലത്തെ കയ്യിലെ സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് അവൻ ആഞ്ഞു വലിച്ചു പുക ഊതിവിട്ടു. ഒത്തിരി ഡിസ്റ്റർബ് ആണെന്ന് തോന്നുമ്പോൾ മാത്രമുള്ള ആകെയുള്ള ദുശീലം. റൂമിന്റെ ഡോർ ആര് തുറക്കുന്നുവെന്ന് തോന്നിയതും കയ്യിലുള്ള സിഗരറ്റ് ഒന്നുകൂടെ വലിച്ചുകൊണ്ടവൻ ദൂരേക്കെറിഞ്ഞു. കാണുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല, പേടിയില്ല. പക്ഷേ കയ്യിലിരിക്കുന്ന സാധനം ഉപയോഗിക്കുന്നവരെക്കാൾ നെഗറ്റീവായി ബാധിക്കുന്നത് ഒപ്പം നിന്ന് അത് ശ്വസിക്കുന്നവർക്കാകും. ഏട്ടാ, ആ ശബ്ദം കേട്ടതും റയാൻഷ് ബാൽക്കണി വാതിലേക്ക് നോക്കി. ഒരു ചിരിയുടെ അവിടെ നിൽക്കുന്ന അവന്റെ പെങ്ങൾ റോഷ്നി ശിവശങ്കർ. 2 ആൺമക്കൾക്ക് ശേഷമുണ്ടായ പെൺകുട്ടി. അവളെ കണ്ടതും അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. മുട്ടുവരെ വരുന്ന ഒരു സ്കേർട്ടും ഒരു ഷോർട്ട് ടീഷർട്ടുമാണ് വേഷം. വെയിലടിക്കുന്നത് കൊണ്ട് ആ വട്ടമുഖം തിളങ്ങുന്നത് പോലെ. ബ്രൗൺ നിറം ചെയ്ത മുടി ഉച്ചിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. 2 സൈഡിലും വെട്ടിയിട്ട് മുടി തൂങ്ങിക്കിടക്കുന്നുണ്ട്. ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ ചിരിയോടെ അവൻ നോക്കി നിൽക്കുകയാണ്. വാ. അവൻ കൈ നീട്ടി വിളിച്ചതും അവൾ അവന്റെ അടുത്തേക്ക് വന്നു. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഗന്ധം എന്തിൻ്റെതാണെന്ന് മനസ്സിലായതുകൊണ്ടാവും കൂർത്തൊരു നോട്ടം അവൾ അവനായി നൽകിയത്. അത് കണ്ടതും അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുതൽ? കണ്ടതേയില്ലല്ലോ. മുഖത്തിന്റെ 2 സൈഡിലും തൂങ്ങിക്കിടക്കുന്ന അവളുടെ മുടിയെന്നും തട്ടിക്കൊണ്ട് റയാൻഷ് ചോദിക്കുമ്പോൾ 2 പേരുടെയും ഉള്ളിലൂടെ ഇന്നലെ മുതൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കടന്നുപോയി. ഏട്ടൻ ടെൻഷനിലായിരുന്നില്ലേ? അതിനിടയിൽ വന്ന് ശല്യം ചെയ്യണ്ടെന്ന് കരുതി. റിസപ്ഷൻ ഇല്ലെന്ന് കണ്ടപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പോയി. അവരെ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ വൈകി. അവൾ പറയുമ്പോൾ റയാൻഷ് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവന്റെ മനസ്സിൽ അപ്പോഴും ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. റോഷ്നി മുഖം ചെരിച്ചുകൊണ്ട് റയാൻഷിനെ ഒന്ന് നോക്കി. അവന്റെ നോട്ടം മുഴുവനും മുന്നിലേക്കാണ്. ഏട്ടാ. റോഷ്നി വിളിച്ചതും റയാൻഷ് അവളെ ഒന്ന് നോക്കി. അവളെന്തോ പറയാൻ വേണ്ടി വന്നതാണെന്ന് അവന് മനസ്സിലായി. അല്ല, എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അതോർത്തതേ അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പറഞ്ഞോടാ, എന്റെ കുഞ്ഞിന് എന്താ ഏട്ടനോട് പറയണ്ടേ? പറഞ്ഞോ. റയാൻഷ് പറഞ്ഞതും അവൾ നേരെ നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തിന് എന്തിനെങ്കിലും സങ്കടമുണ്ടോ? ഇല്ല. വിവാഹം മുടങ്ങിയതിന്റെ സങ്കടമില്ല. ഭാര്യ പോയതിന്റെ സങ്കടമോ ഒന്നുമില്ല. ശ്രീലക്ഷ്മി ഇനി ഇങ്ങോട്ട് വരുവോ? ആ ചോദ്യത്തിൽ റയാൻഷിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ശ്രീലക്ഷ്മി ആ പേരുള്ള ഒരാളെ അറിയും. മനസ്സിൽ കരുതിയ ആളെ തന്നെയാണോ അനീതി ചോദിക്കുന്നതിന് സംശയം അവന്റെ മുഖത്ത് നിറഞ്ഞു. കുഞ്ഞി ആരെ ഉദ്ദേശിച്ചത്? ഇത്തിരി കടുപ്പം ആ വാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എതിരെ നിൽക്കുന്നവൾക്കത് മനസ്സിലായില്ല. ഒരു പക്ഷെ മനസ്സിലുള്ള കടുപ്പം അവന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിരുന്നില്ല. ഇന്നലെ ഏട്ടന്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയില്ലേ അവളെ? ലച്ചുവിനോടുള്ള ഇഷ്ടക്കേട് മുഴുവനും അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ദേഷ്യമോ പുച്ഛമോ അങ്ങനെ എന്തൊക്കെ ഭാവങ്ങളായിരുന്നു അവളുടെ മുഖത്ത്. റയാൻഷ് ഒന്നും മിണ്ടിയില്ല. ഒന്നും പറയാതെ അവനെ നോക്കിക്കൊണ്ട് കണ്ണിൽ നിറച്ചുകൊണ്ട് സഹോദരന്റെ കൈ പിടിച്ച് അവന്റെ മുന്നിലൂടെ നടന്നു പോയ ഒരു വെള്ള മുഖം അവന്റെ കണ്ണിൽ തെളിഞ്ഞു. അവൾ വേണ്ടേട്ടാ, എനിക്കിഷ്ടായില്ല. റോഷ്നി പറഞ്ഞതും റയാൻഷ് അവളുടെ മുഖത്തേക്ക് നോക്കി. ആ വാക്കുകളിൽ അവൻ ഞെട്ടിയെന്നുള്ളത് അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. പെണ്ണ് കാണാൻ ഞാനും അമ്മയും വല്യമ്മയും അപ്പച്ചിയൊക്കെ പോയില്ലേ? അപ്പൊ തന്നെ ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞതാ. അവരാരും കേട്ടില്ല. ഏട്ടനോട് ഇത് പറയരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. റയാൻഷ് ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖം തിരിച്ചുണ്ട് മുന്നിലേക്ക് നോക്കി നിന്നു. വല്യേട്ടത്തെ പോലെ അല്ല ഏട്ടവൾ. പെണ്ണ് കാണാൻ പോയ ദിവസം സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു, മുല്ലപ്പൂവൊക്കെ വെച്ചു. ഈ പഴയ മലയാള സിനിമയിലൊക്കെ കാണുന്ന പോലെ. പിന്നെ മിണ്ടാട്ടം അത് തീരെയില്ല. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയും. അത് ചോദിച്ചാ ആൾക്ക് പോലും കേട്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്കും പതുക്കെ. പിന്നെ സ്വന്തമായ ഒരു തീരുമാനമോ അഭിപ്രായമോ ഒന്നുമില്ല. എല്ലാം സഹോദരൻ പറയുന്ന പോലെ. അവൾ വേണ്ടേട്ടാ. റോഷ്നിയുടെ അവസാനത്തെ ആ വാക്കുകളിൽ മാത്രം അവൻ അവളെ നിന്ന് നോക്കി. ഒന്നും മിണ്ടിയില്ല. തിരിച്ച് കുറെ ചോദിക്കണമെന്നുണ്ട്, പറയണമെന്നുണ്ട്. പക്ഷേ അവൻ വേണ്ടെന്ന് വെച്ചു. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏട്ടൻ ആഗ്രഹമുണ്ടോ? റോഷ്നിയുടെ ചോദ്യത്തിന് റയാൻഷ് അവളെ നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. ഈ ബന്ധം വേണ്ടെന്ന് അവനെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആര് ചോദിച്ചാലും അവന്റെ നാവിൽ നിന്നും ആ ഒരു ഉത്തരം മാത്രമേ വരൂ. റോഷ്നി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവളുടെ കണ്ണുകൾ താഴെ വന്ന കാറിലേക്ക് നീണ്ടു. റയാൻഷിന്റെ കണ്ണുകളും അങ്ങോട്ട് പോയി. പിന്നിൽ വേറെ കാറുണ്ടെന്നാണ് ആദ്യം അവന്റെ കണ്ണുകൾ തിരഞ്ഞത്. എന്തിന്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം അവന് തന്നെ അറിയില്ല. പിന്നിൽ വേറെ കാറുകളൊന്നും തന്നെയില്ല. അവന്റെ കണ്ണുകൾ നിർത്തിയിട്ട കാറിലേക്ക് നീണ്ടു. ശിവശങ്കറും വാസുദേവനും രാഗിണിയും കാറിൽ നിന്നും ഇറങ്ങി.
അവർക്ക് പിന്നാലെ അവസാനമായി സുഭദ്രയും ഇറങ്ങി. ഡോർ അടച്ച് പതിയെ വീടിന്റെ അകത്തേക്ക് കയറുന്ന അമ്മയെ നോക്കിക്കൊണ്ട് അവൻ കണ്ണുകൾ മാറ്റി. കൂട്ടിപ്പിടിച്ച ചുണ്ടുകളെന്ന് അകത്തി ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ട ശേഷം അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ പല്ലുകൾ കൂട്ടിക്കടിച്ചു. കവളുകളെല്ലാം താടിയെല്ലുമൊക്കെ അവന്റെ മുഖത്തു നിന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെയായിരുന്നു അവന്റെ മുഖഭാവം. ഏട്ടാ, റോഷ്നി വിളിച്ചതുപോലും കേൾക്കാൻ നിൽക്കാതെ അവൻ ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് കയറി. അവന്റെ പിന്നാലെ തന്നെ റോഷ്നിയും കയറി ചെന്നു. റയാൻ നേരെ താഴെ കാണിച്ചത് ഉള്ളിലെ ദേഷ്യം മടക്കി പിടിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ കൈയും മുഖവും ഒക്കെ ചുവപ്പോ നീലയോ എന്നറിയാത്ത തരത്തിലായിരുന്നു. ഇപ്പൊ സമാധാനമായില്ലേ? അവിടെ കൊണ്ടുപോയി നാണം കെടുത്തിപ്പോ നിന്റെ ഭാര്യയ്ക്ക് സമാധാനമായോ ആയോന്ന് രാഗിണി ശിവശങ്കറിന്റെ നേരെ ചാടി. സുഭദ്ര ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ നിറ കണ്ണുകളോടെ മുഖം താഴ്ത്തി നിന്നു. ശിവശങ്കർ സുഭദ്രയെ നോക്കിയ ശേഷം നോട്ടം മാറ്റി. ഇവിടുന്ന് പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ആ ചെറുക്കൻ സമ്മതിക്കില്ലെന്ന്. അവന്റെ അച്ഛനായിട്ട് തന്നെ ആ പെണ്ണിന് വേല കിട്ടതിന് നമ്മൾ എന്ത് ചെയ്തിട്ടാ അവൻ ചാടി കളിക്കാൻ വരുന്നത്? അവന്റെ വർത്തമാനം കേട്ട് എനിക്ക് നില തെറ്റിയതാ. പലതും പറയുക ചെയ്യുക ചെയ്താൽ അതിന് വേറെ പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. വാസുദേവ് നിന്നുറഞ്ഞു തുള്ളുമ്പോഴാണ് മുകളിൽ നിന്നും റയാനും റോഷ്നിയും ഇറങ്ങി വന്നത്. എല്ലാവരുടെയും നോട്ടം അവനിൽ പതിഞ്ഞു. ഹാൾ തന്നെ പോയി വന്നവരും വീട്ടിലുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. റയാൻ സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് ചുറ്റു നോക്കി, പിന്നെ പുറത്തേക്ക് നോക്കി. എവിടെ? എല്ലാരും കൂടെ എന്റെ ഭാര്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ പോയതല്ലേ? എന്നിട്ട് എവിടെ? വന്നില്ലേ? അവിടെ പോയി മാപ്പ് പറഞ്ഞിട്ടും എന്റെ ഭാര്യ വന്നില്ലേ? പോയ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. കേട്ടുനിന്ന എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. സുഭദ്ര മാത്രം അവന് നോക്കിയില്ല. ചുമരിലെ ചാരി നിലത്തേക്ക് നോക്കി നിന്നു. എല്ലാവരും കൂടെ അവരെയാണ് തിന്നുകയെന്ന് അറിയാവുന്നത് കൊണ്ടാകും ആ നിൽപ്പ് അങ്ങനെ നിന്ന് കളഞ്ഞത്. ആരും ഒന്നും മിണ്ടിയില്ല. വാസുദേവും രാഗിണിയും ഒക്കെ നടന്നതിലും കൂടുതൽ പറയണമെന്നുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിൽ പറഞ്ഞാൽ അവനതിന് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവൻ പറഞ്ഞത് കേൾക്കാതെ പോയിട്ടല്ലേ, അതുകൊണ്ട് മിണ്ടാതിന്നു. നാണം കിട്ടു വന്നപ്പോ സമാധാനമായല്ലോ അല്ലേ? ശിവശങ്കരനെ നോക്കി ദേഷ്യത്തിലാണ് അവനത് ചോദിച്ചത്. ആരൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന് ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ദേഷ്യത്തോടെ തന്നെ അവൻ സെറ്റിലിരുന്നു. ആരൊന്നും മിണ്ടുന്നില്ല. ഹരി എന്തു പറഞ്ഞു? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ച ചോദ്യം അതാണ്. തീരുമാനം എന്താണെന്ന് അറിയണമല്ലോ. അതിനനുസരിച്ച് അവനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. നീ പോയി സംസാരിക്കാൻ. ഞങ്ങളല്ലത്രേ, നീയാണ് അവിടെ പോവേണ്ടതെന്ന്. കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതും ഒത്തുതീർപ്പാക്കേണ്ടതും നീയാണെന്ന്. നിന്റെ കുടുംബവുമായി ഞങ്ങൾക്കൊന്നും നിന്റെ കാര്യത്തിൽ ഒരു വിലയുമില്ല. രാഗിണി പറയുന്നത് കേട്ട് സുഭദ്ര മുഖമുയർത്തി അവരെ നിന്ന് നോക്കി. അവന്റെ സംസാരം കേട്ടാൽ എല്ലാം ചെയ്തത് നമ്മളാണെന്ന പോലെയാണ്. അവന്റെ അച്ഛന്റെ നിബന്ധനകൾ നമ്മൾ അംഗീകരിച്ചു എന്നത് അവൻ ചിന്തിക്കുന്നില്ല. കുറ്റം മുഴുവൻ നമുക്ക്. വാസുദേവ് പറഞ്ഞു നിർത്തി. അവനായി പറയാൻ ഒരു അവസരം തന്നപ്പോൾ കുറച്ച് പൊലിപ്പിച്ചു പറഞ്ഞു. ഇനി അതൊക്കെ പോട്ടെ. നിന്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ, ഒരൊറ്റ അക്ഷരം ആ പെണ്ണി ഞങ്ങളോട് സംസാരിച്ചില്ല. അഹങ്കാരി. പെൺകുട്ടികളായാൽ ഇത്ര അഹങ്കാരം പാടില്ല. അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരല്ലേ ഞങ്ങള്. ചെന്ന് കയറി ഇറങ്ങുന്നവരെ മുഖമുയർത്തി നോക്കുപോലും ചെയ്തില്ല. കഴുത്തൊടിഞ്ഞവരെ പോലെ തലയും താഴ്ത്തിയിരിക്കുമായിരുന്നു. രാഗിണി പറഞ്ഞു നിർത്തുമ്പോൾ സുഭദ്ര നോക്കിയത് മകനെയാണ്. മുഖം താഴ്ത്തി കൈ രണ്ടും കാൽമുട്ടുകളിൽ വെച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് കുനിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. മുഖം കാണാനില്ല. നീ ചെന്ന് സംസാരിക്കാൻ. നീയും ആ കുട്ടിയും തമ്മിലല്ലേ ജീവിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച ഒരു തീരുമാനം എടുക്കാനാണ് ശ്രീഹരി പറഞ്ഞത്. അത് എന്തു തന്നെയായാലും ഞങ്ങൾക്ക് രണ്ടു കൂട്ടരും സമ്മതിച്ചു തരും. അത്രേ ഇനി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. രണ്ടു കൈയും നിവർത്തി പിടിച്ച് വീട്ടുകൊണ്ട് ശിവശങ്കർ പറയുമ്പോൾ റയാൻഷ് മുഖമുയർത്തി അവയെന്ന് നോക്കി. വേണ്ടെങ്കിലോ? അവന്റെ പെങ്ങളെ എനിക്ക് വേണ്ടെങ്കിലോ? സംസാരിക്കാൻ പോയിട്ട് കാണാൻ പോലും ശരിയെന്ന് അവനോട് പറഞ്ഞേക്ക്. കെട്ടിപ്പൊട്ടി വെക്കട്ടെ. നിധിയല്ലേ അവന്റെ ഒരു പെങ്ങൾ. സെറ്റിൽ നിന്നും എഴുന്നേറ്റ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ സുഭദ്ര അവനെ വേദനയോടെ നോക്കിയിരുന്നു. നിധി തന്നെയാണെന്ന് കാലം അവന് തെളിയിച്ചു കൊടുക്കട്ടെ. റൂമിൽ കയറുമ്പോൾ റൂമിലുള്ള സകല സാധനവും തട്ടി താഴെയിട്ടു. ദേഷ്യം അടങ്ങുന്നില്ല. അവൾ വരുമെന്ന് എവിടെ ഒരു പ്രതീക്ഷ അവൻ ഉണ്ടായിരുന്നിരിക്കണം. അതില്ലാതെ ആയില്ലേ? ടേബിളിലിരുന്ന സകല സാധനവും അവൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. മിററിന്റെ മുന്നിലിരിക്കുന്ന ലേഡീസ് ഐറ്റംസിലേക്ക് അവൻ ഒരു നിമിഷം നോക്കി നിന്നു. ശേഷം എല്ലാം വാരി വലിച്ചിട്ടുകൊണ്ട് നിലത്തേക്ക് എറിഞ്ഞു. ഷെൽഫ് തുറന്നു. സാരിയും ചുരിദാറും നെയ്റ്റിയും ഒക്കെ കണ്ടതും അവനത് വലിച്ചു വാരി നിലത്തേക്കിട്ടു. ഊറക്കി അലറിക്കൊണ്ട് മിറർ ലാഞ്ഞിടിച്ചു. ദേഷ്യം സഹിക്കാൻ കഴിയാത്ത പോലെ, തലയ്ക്ക് വെട്ടിപ്പിളർന്നു പോകുന്ന പോലെ കയ്യിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തം അവൻ പാൻറിൽ തുടച്ചു. നിൽക്കുന്നില്ല. കിച്ചു, മോനെ കിച്ചു. ശബ്ദം കേട്ട അപ്പോഴേക്കും എല്ലാരും മുകളിലേക്ക് വന്നിരുന്നു. ഒരു നിമിഷം എല്ലാരും
റൂമിലേക്ക് നടക്കാതെ റൂമിന്റെ അകത്തേക്ക് നോക്കി വാതിൽക്കൽ തന്നെ നിന്നുപോയി. കാലുകുത്താൻ സ്ഥലമില്ലാതെ എല്ലാം വലിച്ചു വാരി വിതറിയിട്ടുണ്ട്. കിച്ചു. എല്ലാവർക്കും പിന്നിലായി നിൽക്കുന്ന സുഭദ്ര അവന്റെ കയ്യിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ടപ്പോൾ വേഗത്തിൽ റൂമിലേക്ക് കയറി അവന്റെ കയ്യിൽ പിടിച്ചു. എല്ലാരും റൂമിലേക്ക് കയറി. നിനക്ക് എന്താ കിച്ചു, ഭ്രാന്ത് പിടിച്ചോ? ശിവശങ്കർ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിക്കുന്നതിനൊപ്പം ബെഡിലേക്ക് ഇരുത്തി. കണ്ണും മുഖവും ഒക്കെ ചുവന്നു തൊടുത്ത് രക്തനിറമായിട്ടുണ്ട്. ഏട്ടാ, കൈ നീട്ടിയേ. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചവൻ റോഷ്നി ഒന്ന് നോക്കി. നിറകണ്ണുകളോടെ വിതുമ്പി വിതുമ്പി നിൽക്കുന്ന അവളെ നോക്കി അവന് നെടുവീർപ്പെട്ടു. ദേഷ്യമൊക്കെ അടക്കി പിടിക്കാനെന്ന പോലെ. ഒന്നുമില്ലടാ, ഏട്ടൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാണ്. ചെറിയ മുറിവല്ലേ, വേദനയൊന്നുമില്ല. വലത്തെ കൈയിലാണ് മുറിവ്. ഇടത്തെ കൈ കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളെ കവിളിൽ അവൻ പതിയെ തലോടി. അവളൊന്ന് തേങ്ങിപ്പോയി. എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ റോഷ്നി അവൻ്റെ കയ്യിലെ മുറിവ് കെട്ടിക്കൊടുക്കുന്നുമുണ്ട്. റയാൻ ആര് പറയുന്നതും കേൾക്കാതെ ബെഡിലേക്ക് മലർന്നു കിടന്നു. ഒപ്പം ഇടത്തെ കൈ കൊണ്ട് മുഖം മറച്ചു. ആരെയും കാണാനോ ആര് പറയുന്നതും കേൾക്കാനോ അവന് താല്പര്യമില്ലെന്നത് കണ്ടതും ഓരോരുത്തരായി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. എല്ലാവരും പോയിട്ടും സുഭദ്രയും റോഷ്നിയും പോയില്ല. ഒരാൾ അവന്റെ തലഭാഗത്ത്, ഒരാൾ കാൽഭാഗത്തായിരുന്നു. സുഭദ്ര ഒന്നും മിണ്ടാതെ അവന്റെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. റോഷ്നി അവന്റെ വലത്തെ കൈയിലെ കെട്ടിലേക്ക് നോക്കിയിരുന്നു. 4 വിരലുകൾക്കാണ് മുറിവ്. അതുകൊണ്ട് ആ വിരലുകളാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. അമ്മേ. റോഷ്നി വിളിച്ചതും സുഭദ്ര അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി റോഷ്നിയെ നോക്കി. ഈ വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കേട്ടില്ലല്ലോ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ മുഴുവനും പ്രശ്നങ്ങളാ. റോഷ്നി ഇഷ്ടക്കേരോടെ ഇത്തിരി ദേഷ്യത്തിൽ പറയുമ്പോൾ സുഭദ്ര അവളെ നോക്കി ചിരിച്ചു. ദൈവം ചില ഭാഗ്യം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ നമ്മളെ പരീക്ഷിക്കും. ആ ഭാഗ്യം അനുഭവിക്കാൻ നമ്മൾ അർഹരാണോ എന്ന് പരീക്ഷിക്കുന്നതാ. അല്ലെന്ന് തോന്നിയാൽ ദൈവം ആ ഭാഗ്യം തിരിച്ചെടുക്കും. ആ ഭാഗ്യം അനുഭവിക്കാൻ കുറച്ച് ക്ഷമയും സ്നേഹവും ഒക്കെ വേണം. അതല്ലെങ്കിൽ എന്നും ദൈവം ഇങ്ങനെ പരീക്ഷിക്കും. സുഭദ്ര ആരോടൊന്നില്ലാതെ പറയുമ്പോൾ കണ്ണുകൾ അടച്ചു കിടന്നിരുന്നവന്റെ മനസ്സിലെവിടെയോ ആ വാക്കുകൾ കൊണ്ടു. റോഷ്നി ഒന്നും മിണ്ടിയില്ല. സുഭദ്രയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. കിച്ചോ. സ്നേഹത്തോടെ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് സുഭദ്ര വിളിച്ചു. ഉള്ളിലുള്ള ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിയതുകൊണ്ടാവാം നോർമലായി ഒന്ന് മൂളിയവൻ. അമ്മയുടെ കുട്ടിയൊന്ന് പോയി കാണട അവളെ. നിങ്ങളൊന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പോയി കാണുമോ നീ? സുഭദ്ര ചോദിക്കുമ്പോൾ റയാൻ കണ്ണിന് മുകളിൽ നിന്നും അവന്റെ കൈ എടുത്തു മാറ്റി സുഭദ്രയൊന്ന് നോക്കി. ഒന്നും മിണ്ടിയില്ല. ഒന്ന് നോക്കിയ ശേഷം വീണ്ടും കണ്ണുകൾക്ക് മുകളിൽ കൈവച്ച് നേരത്തെ കിടന്ന പോലെ കിടന്നു. ഒരു പെൺകുട്ടിയും പിടിക്കാത്ത നിന്റെ മനസ്സിൽ ഒറ്റ നോട്ടം കൊണ്ട് കയറിയ പെൺകുട്ടിയല്ലേ ഇച്ചിരി കഷ്ടപ്പെട്ട് നീ സ്വന്തമാക്കിയത് ലഭിച്ചു. നിന്റെ വാച്ച് കാണാൻ വിട്ടുകളയണോ? ഒരു ചെറുചീരിയോടെ സുഭദ്ര ചോദിക്കുമ്പോൾ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പിന്നെ ഒന്ന് പൂച്ചു ചിരിച്ചു. അവൻ്റെ നിന്നും മറുപടി ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായതും സുഭദ്ര പിന്നെ ഒന്നും പറയാൻ പോയില്ല. കുറച്ചു നേരം അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവന്റെ അടുത്തിരുന്നുകൊണ്ട് ജോലിക്ക് നിൽക്കുന്ന ചേച്ചി അവന്റെ റൂം മൊത്തത്തിൽ വൃത്തിയാക്കുന്നത് നോക്കിയിരുന്നു. അവർ റൂമിൽ നിന്ന് പോയതും സുഭദ്ര മുഖം മറച്ചു കിടക്കുന്നവനെ ഒന്ന് നോക്കി. ശേഷം സുഭദ്ര അവന്റെ അടുത്തുനിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സുഭദ്ര റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ടെന്നു നിന്നു. രുദ്രാൻഷ് കൃഷ്ണ, സുഭദ്രയുടെയും ശിവശങ്കറിന്റെയും മൂത്ത മകൻ ആദിത്യ എന്ന ഡോക്ടർ ഭർത്താവ്. രുദ്ര. വേദനയുടെ സുഭദ്ര അവനെ ഒന്ന് വിളിച്ചു. അവൻ സുഭദ്രയെ ചേർത്ത് പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. നിനക്കൊന്ന് സംസാരിച്ചൂടെ അവനോട്? കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? രുദ്രന്റെ നെഞ്ചിൽ നിന്ന് മടർന്നു മാറിക്കൊണ്ട് അവർ ചോദിച്ചു. അവനെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ല അമ്മ. സുഭദ്രയുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ പതിയെ തുടച്ചു കൊടുത്തു. എല്ലാവരും നിൽക്കുമ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ റയാൻ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഇതുപോലെ ഒറ്റയ്ക്ക് അവനെ ശാന്തനായി കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. അവനോട് ഞാൻ സംസാരിക്കാം. അമ്മ താഴേക്ക് ചെല്ല്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ റിയാൻഷിന്റെ റൂമിലേക്ക് കയറി വാതിലടച്ചതും ഒരു ചെറിയ പ്രതീക്ഷയുടെ സുഭദ്ര താഴേക്ക് നടന്നു. ലച്ചു. ഷെൽഫ് തുറന്ന കയ്യിൽ ഒരു ടീഷർട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഹരിയെ തിരിഞ്ഞു നോക്കി. ഹരിയുടെ നോട്ടം ലച്ചുവിന്റെ കയ്യിലിരിക്കുന്ന ടീഷർട്ടിലേക്ക് പോയി. വിവാഹം കഴിഞ്ഞ ശേഷം റയാൻഷ് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവൻ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ലച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഹരിയുടെ മുഖത്ത് ഒരു ടെൻഷൻ നിറഞ്ഞു. ആ ടെൻഷനോടെ തന്നെ അവൻ അവളെ നോക്കി നിന്നു. എന്താ? കയ്യിലുള്ള ടീഷർട്ട് ഷെൽഫിലേക്ക് തന്നെ വെച്ചുകൊണ്ട് ലച്ചു ഹരിയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ ലുക്ക് കണ്ടിട്ട് അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് ശേഷം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ട്. പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വേഗം വരാം. ഹരി ലച്ചുവിന്റെ കവൾ തട്ടിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് തല കുലുക്കി.
ആ തള്ള പലതും പറയും. അതൊന്നും കേട്ട് കരയാൻ നിൽക്കരുത്. നല്ല മറുപടി കൊടുത്തു. അല്ലെങ്കിൽ റൂമിൽ കയറിയിരുന്നോ, വല്യമ്മയുടെ കൂടെ നിന്നോ. ഒറ്റയ്ക്കൊന്നും അവിടെ കൂടെ നിൽക്കരുത് കേട്ടോ. അവൻ സ്നേഹത്തോടെ പറയുമ്പോൾ ലച്ചു ചീരിയോടെ തലയാട്ടി. എന്നാ ഞാൻ പോയിട്ട് വരാം. ഹരി ലച്ചുവിന്റെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പോയതും ലച്ചു വാതിലടിച്ച ഷെൽഫിന്റെ അടുത്തേക്ക് തന്നെ നടന്നു. വിവാഹം അടുപ്പിച്ച് ഇവിടെ വരുമ്പോൾ ഉടുക്കാൻ വേണ്ടി കുറച്ച് സാരിയും ചുരിദാറും ഒക്കെ വാങ്ങിയിരുന്നു. അതൊന്നും അടുക്കി വൃത്തിയിൽ വെക്കാനുള്ള സമയമില്ലായിരുന്നു. അതെല്ലാം ചെയ്യുമ്പോഴാണ് ടീഷർട്ട് കണ്ണിൽപ്പെട്ടത്. മനസ്സിൽ സങ്കടം വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഷെൽഫ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഷെൽഫിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചു വാരിയിട്ട ശേഷം ആദ്യം മുതൽ ഇരുന്ന് വൃത്തിയാക്കും. സമയം വേഗം പോകും. ലച്ചു എല്ലാം മടക്കി ഒതുക്കി വൃത്തിയിൽ വെച്ചു. റയാൻഷനായി മാറ്റിവെച്ച അറയിൽ നിന്നും ഓരോന്ന് പുറത്തേക്ക് എടുത്തു. 2-3 ടീഷർട്ടുണ്ട്, 2 പാൻറ്, 2 ഷോർട്സ്, ഒരു മുണ്ട്, വാച്ച്, പെർഫ്യൂം, ബെൽറ്റ്, തോർത്ത്, സോപ്പ്, സെറം, ഷാമ്പൂ, അങ്ങനെ അവന് വേണ്ടതെല്ലാം ആ ഷെൽഫിലുണ്ടായിരുന്നു. അതെല്ലാം നല്ലതുപോലെ വൃത്തിയിൽ ഒതുക്കി വെച്ചു. ഇനി അതെല്ലാം ഉപയോഗിക്കാൻ അവൻ വരുവോ എന്ന് പോലും ഉറപ്പില്ല. എല്ലാം വൃത്തിയിൽ വെച്ച ശേഷം അവിടെ നിന്ന് 2 നിമിഷം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ശേഷം ഷെൽഫ് അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. താഴേക്ക് ചെല്ലുമ്പോൾ ഹാൾ തന്നെ രൂപ ഇരിക്കുന്നുണ്ട്. ആർക്ക് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന തിരക്കിലാണ്. ലച്ചു ചുറ്റുമൊന്ന് നോക്കി. അച്ഛനും അമ്മയും അവളും ഹരിയും മാത്രമാണ് ആ വീട്ടിൽ താമസം. പിന്നെ അകത്തും പുറത്തുമായി 2 ജോലിക്കാരും. ആരെയും കാണാതെ വന്നപ്പോൾ എല്ലാവരും ഇത്ര വേഗം പോയോ എന്നൊരു ചിന്തയിൽ ലച്ചു പുറത്തേക്ക് നടന്നു. തൊട്ടടുത്ത് തന്നെയാണ് 2 വലിച്ചമാടിയും വീടുകൾ. അതുകൊണ്ട് അങ്ങോട്ട് പോയാലെന്ന ചിന്തയിൽ അവളൊരു നിമിഷം വാതിക്കൽ നിന്നു. പിന്നെ മുന്നോട്ട് നടന്നു. ലക്ഷ്മി, പിന്നിൽ നിന്ന് രൂപയുടെ ശബ്ദം കേട്ടതും ലച്ചു തിരിഞ്ഞു നോക്കി. അവർ കട്ടാക്കിയ ഫോൺ സെറ്റിൽ വെച്ച ശേഷം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ലച്ചു ഒരു പേടിയോടെ അവരെ നോക്കി. ഇന്നലെ നഖം കൊണ്ട് അമർത്തിയ പാട് അവരെ കാണുമ്പോൾ കുത്തിച്ചുളിഞ്ഞുകൊണ്ട് വേദനിക്കുന്ന പോലെ. എന്താ നിന്റെ തീരുമാനം? രൂപ അവളെ നിന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേഹോപദ്രവം ഒന്നും ചെയ്യാറില്ല. ഇന്നലെ അവളെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് വീട്ടുകാരെ നാണം കെടുത്തി വന്നപ്പോൾ ദേഷ്യത്തിൽ ചെയ്തതാണ്. വാഗൊണ്ട് പറയുമെന്നതല്ലാതെ ഉപദ്രവം ഒന്നുമില്ല. പറയടി, എന്താ നിന്റെ തീരുമാനം? ഏട്ടൻ കോട്ടൻ, അവളൊരു കോട്ടൻ. അവനാണോ നിന്റെ ജീവിതം തീരുമാനിക്കുന്നത്? നീയല്ലേ? നീ തീരുമാനിക്കണം. നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആരും നിന്നെ എതിർക്കില്ല. അതുകൊണ്ട് ഹരി ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ നിനക്ക് പോകണമെന്ന് തന്നെ പറയണം. മനസ്സിലായോ? മനസ്സിലായി. അവർ പറഞ്ഞത് അതുപോലെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് ലച്ചു പുറത്തേക്ക് നടന്നു. അവൾ പോന്ന് നോക്കി രൂപ ഒരു നിമിഷം നിന്നു. ഏതൊരു ആൺ കണ്ടാലും നോക്കിന്ന് പോകുന്ന സൗന്ദര്യമുണ്ട്. രൂപവും ഭാവവും എല്ലാം ആരെയും ആകർഷിക്കാൻ പോകുന്നതാണ്. തന്റെ കുടുംബത്തിലുള്ള എത്ര പേരാണ് വിവാഹാലോചനയുമായി വന്നത്. ഒറ്റ ഒരാളെ അവൻ അടുപ്പിച്ചില്ല. അവസാനം അടുപ്പിച്ചതോ അത് ഇങ്ങനെയുമായി.